കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് തൊട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, എൻ്റെ പേര് ഷംന എന്നാണ്. പിന്നെ നമ്മളെ ചാനലിൻ്റെ പേര് എൻ്റെ വാടക വീടെന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ചിക്കൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിന് എന്തൊക്കെയാണോ ചേരുവകൾ എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണോ വെക്കുന്നത്, അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേമാതിരി അല്ല ഇന്നിപ്പോൾ ഈ ഒരു ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ എടുത്തിരിക്കുന്ന 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം കഴുകി ക്ലീൻ ചെയ്താണ് ഞാൻ വച്ചിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേക്ക് തോല് കളയാതെ വേണം എടുക്കാനായിട്ടുള്ളത് കേട്ടോ. നമ്മൾ തോലിങ്ങനെ കളയാതെ ഇങ്ങനെ പൊളിച്ചൊക്കെ എടുക്കുമല്ലോ, എന്നിട്ടത് കഴുകിയിട്ട് വൃത്തിയാക്കി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. തോല് കളഞ്ഞിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ചവർപ്പ് പോലെയൊക്കെ വരുമല്ലോ, ചെവ പോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കല്ലേ. എപ്പോഴും നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി വെക്കുമ്പോഴത്തേക്ക് വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേക്ക് തോലോട് കൂടി എടുത്തിട്ട് വേണം അതിനെ ഒന്ന് ചതച്ചെടുക്കാനായിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ സവോള നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതേമാതിരി ചീകിയാണ് ഇടുന്നത് കേട്ടോ. നൈസായിട്ട് വേണം എടുക്കാനായിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കട്ടി പോലെ വരുന്ന അതൊക്കെ ഞാൻ കട്ട് ചെയ്തെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ എടുത്തിരുന്ന സവോള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. വലിയ ബലം കൊടുക്കാതെ വേണം ഇതിനൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനൊന്ന് വിട്ട് കിട്ടും. നമ്മൾ കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ അതേമാതിരിയല്ലേ ഇരിക്കുന്ന. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതിനെ ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് വേണം ചതച്ചെടുക്കാനായിട്ടൊക്കെ ഉള്ളത്. ഇപ്പോൾ അരകല്ലില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇടികല്ല് നമുക്ക് 100-150 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ചതച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മിക്സിയുടെ ജാറിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചതച്ചെടുക്കുമ്പോഴത്തേക്ക് അതൊരു പേസ്റ്റ് മാതിരിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതേ രീതിക്കൊന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ വറക്കുന്ന ഒരു സമയത്ത് വഴറ്റിയെടുക്കുമല്ലോ, അപ്പോഴാണ് കേട്ടോ നമ്മളിത് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്ന. പിന്നെ കല്ല് ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ കൂടെ തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പാത്രങ്ങൾ അങ്ങനെ വരത്തില്ല. നമ്മൾ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി. പിന്നെ നേരത്തെ തന്നെ ചിക്കൻ കട്ട് ചെയ്തിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു അരിപ്പയിൽ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും. വെള്ളം മൊത്തത്തിൽ അങ്ങ് ചിക്കനിൽ നിന്ന് വിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ അല്ലാതെ വേറെ നല്ല വെള്ളം എടുത്തിട്ട് വേണം ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളത് കേട്ടോ. ചിക്കൻ കഴുകിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ എത്രയൊക്കെ ആയാലും ആ ഒരു ബ്ലഡിൻ്റെ ഒരു ചെറിയ ഒരു കളർ വ്യത്യാസങ്ങളൊക്കെ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ കുക്കറിലിട്ടിട്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിരുന്നതിന് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല പെരുംജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടിയും പെരുംജീരകം ഉപ്പുനീര്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു ചിക്കനിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചേരുവയൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. 1 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് ചേർക്കും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം മതി. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അധികം വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇങ്ങ് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുക്കറിൻ്റെ അടപ്പിൽ എന്തിനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ ഒന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഈ ഒരു അടപ്പിൽ ഇതുപോലെ ചേർത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമല്ലോ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും കടല ഗ്രീൻ പീസ് സാമ്പാർ ഇതൊക്കെ നമ്മൾ വെച്ചെടുക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഇപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണമെങ്കിൽ വിസിൽ വരുന്ന സമയത്ത് അടപ്പിൻ്റെ മുകൾ ഭാഗത്തൂടെ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പതഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചൊക്കെ ഒന്ന് ഇരിക്കുമല്ലോ, തിളച്ച് തൂവി അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ എങ്ങനെയായാലും ആ വിസിൽ കേൾക്കുന്ന സമയത്ത് എൻ്റെ മുകളിൽ കൂടെ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാണോ അടപ്പ് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അതേമാതിരി തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടപ്പ് നല്ല വൃത്തിയോട് കൂടി തന്നെ നമുക്ക് അടപ്പ് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ചിക്കൻ നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 വിസിൽ കേൾക്കുമ്പോൾ വേണം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള. അപ്പോൾ ആദ്യത്തെ വിസിലും രണ്ടാമത്തെ വിസിലും വന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരു തുള്ളി പോലും അതിൻ്റെ ഗ്രേവിയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അടപ്പെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരി തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ചിക്കൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ അതിനകത്തിരുന്ന് കറക്റ്റ് ഒന്ന് വെന്തൊക്കെ കിട്ടുമല്ലോ. മല്ലിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് ഒരു 4 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി എടുത്തിരിക്കുന്ന അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെയാണ് മുളക് പൊടി എടുക്കുന്നത്. മുളക് പൊടി എടുക്കുമ്പോഴത്തേക്ക് എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് വേണം എടുക്കാനായിട്ടുള്ളത്. മുളക് പൊടി ഒരു 3 സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ കുരുമുളകിൻ്റെ പൊടി നേരത്തെ നമ്മൾ 1 സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടിയിൽ ഒരു 1.25 1.5 അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പൊടി ഐറ്റങ്ങൾ കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയുടെ പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലേ. നമ്മളെ വീട്ടിൽ എന്താണോ പൊടി ഐറ്റങ്ങൾ ഇരിക്കുന്നത്, പണ്ട് മുതലേ നമ്മൾ എങ്ങനെയാണോ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അതേമാതിരിയുള്ള വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിടി ചെറിയ ഉള്ളി നമ്മൾ കടുക് വറുക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കിയൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ദിവസത്തിന് മുന്നേയൊക്കെ നമ്മൾ വേറെയൊക്കെ രീതിയിൽ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്കല്ല ഇന്നിപ്പോൾ ഈ ഒരു ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വറുത്ത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകത്തിന് കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ള. മസാലപ്പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണേ. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ പൊടി ഐറ്റത്തിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കറക്റ്റ് ആ ഒരു കളറിലൊക്കെ ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ 2ാമത്തെ ജാറുണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജാറിൽ ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കല്ലിൽ എങ്ങനെയാണോ കട്ടി പരുവത്തിന് അരച്ചെടുക്കുന്നത് അതേമാതിരി തന്നെ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണം. ഉലുവ വറുത്തതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. 1 ഗ്ലാസ് വെള്ളമൊന്നും ഒഴിക്കല്ലേ കേട്ടോ. കാരണം കറക്റ്റ് പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റുവേ. അതിൻ്റെ നെവക്ക വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. ഈ ഒരു കട്ടി പരുവത്തിന് തന്നെ ഞാനിവിടെ അരച്ച് നല്ല കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് അരച്ചിട്ട് ഈ ഒരു ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കണേ. പിന്നെ ഇനിയിപ്പം നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടിയുള്ളൊരു ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ നേരത്തെ തന്നെ കുക്കറിൽ ചിക്കനെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ ഐറ്റങ്ങളും പിന്നെ മസാല എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഉലുവ ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ തന്നെ നമ്മൾ സവാള എല്ലാം കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതുപോലെ ഉടച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകത്തിന് നമുക്ക് നല്ലതുപോലെ വഴറ്റി കിട്ടാനായിട്ട് എളുപ്പമാണ്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പുനീര് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ ചട്ടുവോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനേ. നല്ലതുപോലെ ഇതേ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് മൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ വെന്ത് കിട്ടി. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല രീതിക്കൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇതിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ഈർപ്പോ അങ്ങനെ ഒന്നുമില്ല. നല്ല രീതിക്ക് തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരുന്നത്. അതിന് ശേഷം ചിക്കൻ വെന്ത് വന്നതിന് ശേഷം അതിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സാധാരണ രീതിയിൽ കടുകൊക്കെ വറുത്ത് ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് നേരിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുമല്ലോ, അങ്ങനെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലിന്ന് മൊത്തത്തിലങ്ങ് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ വേവിച്ചെടുത്തതിനെ കൊണ്ടാണ് നല്ല കട്ടി കറക്റ്റ് ആ പരുവത്തിനൊക്കെ ഒന്ന് കിട്ടിയിരിക്കണത്. അപ്പോഴേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി എത്രയാണോ നമുക്ക് വേണ്ടത് കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ചൂട് വെള്ളമല്ല, ഞാനിവിടെ പച്ചവെള്ളമാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ കുക്കറിൽ ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഉള്ളി വഴറ്റിയ സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടാണ് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല ഒരു മണവും നല്ല കറക്റ്റ് ആ ഒരു പാകത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ആ ഒരു കളറിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം കേട്ടോ ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, തവി കൊണ്ട് നമ്മൾ എത്ര ഇളക്കിയാൽ പോലും ഉടഞ്ഞു പോവേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിന് നല്ല കുഴമ്പ് മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റ്, നല്ല ഒരു മണമൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നല്ലോ. പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് കയറി കാണുക. ഞാനിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. കാരണം കുറേ ദിവസമായിട്ട് വയ്യാത്തതിനെ കൊണ്ട് വീഡിയോ ഒന്നും ഇടൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അത് മാത്രമല്ല, മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല.